എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ എക്സാം എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചതിനുള്ള ഉത്തരമാണ്. വിശദമായ വാർത്ത രീതി നടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചേർത്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്ത രീതി നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ എക്സാം എന്നാണെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. രണ്ടാം സെമസ്റ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പരീക്ഷയുണ്ട്. FIUGP രണ്ടാം സെമസ്റ്റർ പരീക്ഷയുമുണ്ട്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമുണ്ട്. അതിൽ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ജനുവരി മാസം 29 വരെയാണ് എന്ത് ചെയ്യുന്നത്, ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഫെബ്രുവരി മാസം 4 വരെ 250 രൂപ ഫൈനോട് കൂടിയും അപ്ലൈ ചെയ്യാമെന്നുള്ളവരും ശ്രദ്ധയപ്പെടുന്നു. FIUGPയുടെ കേസാണ് പറഞ്ഞത്. എന്നാൽ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്നാണ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വരിക എന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. പരീക്ഷ എപ്പോഴായിരിക്കും, പരീക്ഷ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ജൂണിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം മാർച്ച് മാസം എന്ന് പറയുന്നത് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ടൈമാണ്. മാർച്ച് മാസം എന്ന് പറയുന്നത് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ടൈമാണ്. അതിനുശേഷം FIUGP നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുണ്ട്. ഏപ്രിൽ മാസത്തോടെ ആകുമ്പോഴത്തേക്കും FIUGP നാലാം സെമസ്റ്റർ പരീക്ഷയുമുണ്ട്. അതുപോലെ തന്നെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുണ്ട്. FIUGP നാലാം സെമസ്റ്റർ പരീക്ഷയുണ്ട്, FIUGP രണ്ടാം സെമസ്റ്റർ പരീക്ഷയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂണിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മെയ് മാസം എന്നത് വെക്കേഷനാണ്, ആ ടൈമിൽ പരീക്ഷ കാണില്ല. മാർച്ച് മാസം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മാസമാണ്. മാർച്ച് മാസം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ മാസം ഡേറ്റ് വന്നിട്ടുണ്ട്. മാർച്ച് മാസം 13 മുതലാണ് ആറാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുക. അപ്പോൾ അപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ FIUGP നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുണ്ട്, FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുണ്ട്. ഈ പരീക്ഷകൾക്ക് ശേഷം മാത്രമേ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ കേരളത്തിൽ 3 വർഷ ഡിഗ്രി മാത്രം ഉണ്ടായിരുന്ന സമയത്ത് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒന്നിച്ചായിരുന്നെങ്കിൽ FIUGP വന്നേ പിന്നെ നല്ല വ്യത്യാസമുണ്ട്. റെഗുലർ എക്സാം വേറെ, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം വേറെ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, റെഗുലർ എക്സാമിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളവരും ശ്രദ്ധയിൽപ്പെടുത്തും. ആദ്യം റെഗുലർ എക്സാം നടക്കും, ശേഷം സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുകയുള്ളൂ. ഒരിക്കലും റെഗുലർ എക്സാമിന് മുമ്പ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തില്ല. വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന മുറയ്ക്ക് തീർച്ചയായും വിദ്യാർത്ഥിനികളിലേക്ക് അറിയിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടതും. അപ്പോൾ തീർച്ചയായും പുതിയ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിയ, the founder of Career for Tech, the career guidance. Thanks for watching. Bye.